ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മൂവി ടോക്സ് അറിവിൻ്റെ പുതിയൊരു വീഡിയോ ഇട്ടത്. അപ്പം ഇന്നത്തെ വീഡിയോ ഭാഗത്ത് നമ്മൾ പങ്കുവെക്കാവുന്ന ഏറ്റവും പുതിയ മലയാള ചിത്രങ്ങളായിട്ടുള്ള വാഴ 2, പള്ളിച്ചട്ടമ്പി, ഒരു ദുരൂഹ സാഹചര്യത്തിൽ, മോഹിനിയാട്ടം തുടങ്ങിയ ചിത്രങ്ങളുടെ ഇന്നലത്തെ കേരള കളക്ഷൻ റിപ്പോർട്ടാണ്. വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ഏറ്റവും ലേറ്റസ്റ്റ് സിനിമാ വിശേഷങ്ങൾ അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക. 2024 പുറത്തിറങ്ങിയ വാഴ എന്ന് പറയുന്ന സിനിമയുടെ തുടർഭാഗമായിട്ട് എത്തിയ ചിത്രമായിരുന്നു വാഴ 2 എന്ന് പറയുന്ന സിനിമ. നവാഗതനായ സബിൻസ അണിയിച്ചൊരുക്കിയ ചിത്രത്തിൽ സോഷ്യൽ മീഡിയ താരങ്ങളായിട്ടുള്ള ഹാഷിർ, അരൻ, അജിൻ, വിനായക് തുടങ്ങിയവരായിരുന്നു കേന്ദ്ര കഥാപാത്രങ്ങളായിട്ട് എത്തിയത്. കേരള ബോക്സ് ഓഫീസിലും വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിലും വൻ തരംഗം തീർത്താണ് ചിത്രം മുന്നേറുന്നത്. തുടർച്ചയായിട്ടുള്ള 17ാം ദിവസമായിട്ടുള്ള ചിത്രത്തിന് 3ാം ശനിയാഴ്ചയും കേരള ബോക്സ് ഓഫീസിൽ നല്ലൊരു കളക്ഷൻ സ്വന്തമാക്കാൻ സാധിച്ചു. ഏകദേശം 3,53,00,000 രൂപയോളമാണ് ചിത്രം ഇന്നലെ മാത്രം കേരള ബോക്സ് ഓഫീസും സ്വന്തമാക്കിയത്. ആദ്യ 16 ദിവസത്തെ വേൾഡ് വൈഡ് കളക്ഷൻ റിപ്പോർട്ടുകൾ പുറത്തുവന്നപ്പോൾ ചിത്രം 200 കോടി രൂപ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിനായിട്ട് പിന്നിട്ട് ഈ ഒരു വർഷത്തെ ഏറ്റവും വലിയ വിജയങ്ങളൊന്നായിട്ട് മാറിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ കഴിഞ്ഞ ആഴ്ച തിയേറ്ററിലോട്ടെത്തിയ മറ്റൊരു ചിത്രമായിരുന്നു 2025 പുറത്തിറങ്ങിയ ഭരതനാട്യം എന്ന് പറയുന്ന സിനിമയുടെ തുടർഭാഗം ഭരതനാട്യം 2 മോഹിനിയാട്ടം എന്ന് പറയുന്ന സിനിമ. സൈജു കുറുപ്പ്, സുരാജ് വെഞ്ഞാറമൂട് തുടങ്ങിയ ഒരു കേന്ദ്ര കഥാപാത്രത്തെ ചിത്രം ആദ്യ ഭാഗം അണിയിച്ചൊരുക്കി കൃഷ്ണദാസ് മുരളി തന്നെയായിരുന്നു രണ്ടാം ഭാഗം അണിയിച്ചൊരുക്കിയിട്ടുണ്ടായിരുന്നേ. ഇപ്പോൾ ആ ചിത്രത്തിന് തുടർച്ചയായിട്ടുള്ള 9 ദിവസമായിട്ടുള്ള ഇന്നലെ കേരള ബോക്സ് ഓഫീസിന് 1,43,00,000 രൂപയോളം സ്വന്തമാക്കാൻ സാധിച്ചിട്ടുണ്ട്. ഓരോ ദിവസം ചിത്രത്തിന്റെ കളക്ഷൻ ഉയരുന്നൊരു കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. എന്തൊക്കെയാണ് സൈജു കുറുപ്പിന്റെ കരിയറിലെ ഒരു സോളോ ഹിറ്റായിട്ട് മാറിയ ചിത്രം വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിനായിട്ട് 15 കോടി പിന്നിട്ടിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ വിഷുവിനെ തിയേറ്ററിലെത്തിയ ചിത്രമായിരുന്നു കുഞ്ചാക്കോ ബോബൻ കേന്ദ്ര കഥാപാത്രമെത്തിയ ഒരു ദുരൂഹ സാഹചര്യത്തിൽ എന്ന് പറയുന്ന സിനിമ. കുഞ്ചാക്കോ ബോബൻ, ദിലീഷ് പൊത്തൻ തുടങ്ങിയവരെ കേന്ദ്ര കഥാപാത്രമാക്കി എന്നാത്തൻ കേസുകൾ എന്ന് പറയുന്ന സിനിമയ്ക്ക് ശേഷം രതീഷ് ബാലകൃഷ്ണ പൊതുവോൾ അണിയിച്ചിരിക്കുന്ന ചിത്രം തുടർച്ചയായിട്ടുള്ള 4ാം ദിവസമായിട്ടുള്ള ഇന്നലെ കേരള ബോക്സ് ഓഫീസിൽ വലിയ ചലനങ്ങളൊന്നും തന്നെ സൃഷ്ടിച്ചില്ല. ഏകദേശം 27 ലക്ഷം രൂപയോളം മാത്രമാണ് ചിത്രത്തിന് സ്വന്തമാക്കാൻ സാധിച്ചിരിക്കുന്നത്. ആദ്യ 4 ദിവസത്തെ കേരള കളക്ഷൻ റിപ്പോർട്ടുകൾ പുറത്തുവരുമ്പോൾ ചിത്രം ഏകദേശം 1,55,00,000 രൂപയോളം മാത്രം സ്വന്തമാക്കി ഈ ഒരു വർഷത്തെ പരാജയ ലിസ്റ്റിലോട്ടാണ് ചിത്രം മാറുന്നത്. അതോടൊപ്പം തന്നെ വിഷു പ്രമാണിച്ച് വലിയ പ്രതീക്ഷയോടെ തിയേറ്ററിലോട്ടെത്തിയ ചിത്രമായിരുന്നു ടൊവിനോ തോമസ് കേന്ദ്ര കഥാപാത്രമെത്തിയ പള്ളിച്ചട്ടമ്പി എന്ന് പറയുന്ന സിനിമ. ടൊവിനോ തോമസിനെ കേന്ദ്ര കഥാപാത്രമാക്കി ഡിജോ ജോസ് ആന്റണി അണിയിച്ചിരിക്കുന്ന ചിത്രം ഒരു ബിഗ് ബഡ്ജറ്റ് ചിത്രം കൂടിയായിരുന്നു. വലിയൊരു ക്യാൻവാസിലെത്തിയ ചിത്രത്തിന് എന്നാൽ സമ്മിശ്ര അഭിപ്രായങ്ങൾ മാത്രമാണ് സ്വന്തമാക്കാൻ സാധിച്ചത്. ഇപ്പോഴത്തെ ചിത്രം ഒരു ബോക്സ് ഓഫീസ് പരാജയത്തിലോട്ട് നീങ്ങുന്ന കാഴ്ചയാണ് ആദ്യ ശനിയാഴ്ചത്തെ കളക്ഷൻ റിപ്പോർട്ടുകൾ പുറത്തുവരുമ്പോൾ അറിയാൻ സാധിക്കുന്നത്. ഏകദേശം 1,22,00,000 രൂപയോളം മാത്രമാണ് ചിത്രത്തിന് ആദ്യ ശനിയാഴ്ച സ്വന്തമാക്കാൻ സാധിച്ചിരിക്കുന്നത്. ആദ്യ 4 ദിവസത്തെ വേൾഡ് വൈഡ് കളക്ഷൻ റിപ്പോർട്ടുകൾ പുറത്തുവരുമ്പോൾ ചിത്രം ഏകദേശം 17 മുതൽ 20 കോടിക്കടുത്തുള്ള കളക്ഷൻ സ്വന്തമാക്കിയതായിട്ടും അറിയാൻ സാധിക്കുന്നുണ്ട്. എന്തൊക്കെയാണ് ചിത്രത്തിന്റെ കളക്ഷനെ ഓരോ ദിവസം കഴിയും തോറും ഇടിയുന്നൊരു കാഴ്ചയാണ് നിലവിലത്തെ ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. എന്തൊക്കെയാണ് ഒരുപക്ഷെ വരും ദിവസങ്ങളിൽ ചിത്രം വൻ വിജയം നേടുമെന്ന് കണ്ടുതന്നെയറിയാം. അപ്പോൾ ഈ ഒരു 4 ചിത്രങ്ങൾ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫേവറേറ്റ് ചിത്രം എന്ന് കമന്റ് ബോക്സിൽ പങ്കുവെക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ടാവും.